മാമൽസിൽ അല്ലെങ്കിൽ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു മൾട്ടി സെല്ലർ ഓർഗാനിസത്തിൽ പലതരത്തിലുള്ള സെൽ ടൈപ്സ് ഉണ്ട്. ഉദാഹരണത്തിന് ബ്ലഡ് സെൽസ്, ബോൺ സെൽസ്, സ്കെൽട്ടൽ മസിൽ സെൽസ്, കാർഡിയാക് മസിൽ സെൽസ്, സ്പൈൻ സെൽസ് എക്സെട്ര. സോ ഇങ്ങനെ പലതരത്തിലുള്ള സെൽസായിട്ട് മാറാനുള്ള എബിലിറ്റി എല്ലാ സെല്ലുകൾക്കും തന്നെ ഇല്ല. എല്ലാ തരത്തിലുള്ള സെല്ലായിട്ട് മാറാനുള്ള എബിലിറ്റി ഉള്ള സെല്ലുകളെയാണ് സ്റ്റെം സെൽസ് എന്ന് വിളിക്കുന്നത്. സ്റ്റെം സെൽസിൻ്റെ ഇങ്ങനെ പലതരത്തിലുള്ള സെൽസായിട്ട് മാറാനുള്ള എബിലിറ്റിനെ വിളിക്കുന്ന പേരാണ് പ്ലൂരിപൊട്ടൻസി. സോ സ്റ്റെം സെൽസിന് ഈ എബിലിറ്റി കിട്ടുന്നത്, പ്ലൂരിപൊട്ടൻസി എന്നുള്ള എബിലിറ്റി കിട്ടുന്നത് സ്റ്റെം സെൽസിൽ മാത്രം എക്സ്പ്രസ് ചെയ്യപ്പെടുന്ന ഏതാനും ചില ജീനുകളും കാരണമാണ്. ഇങ്ങനെ പ്ലൂരിപൊട്ടൻസി കൊടുക്കുന്ന ജീനുകൾ മൾട്ടി സെല്ലുലാർ ഓർഗാനിസത്തിന് മാത്രം വേണ്ട ജീനുകളായത് കാരണം മൾട്ടി സെല്ലുലാർ ഓർഗാനിസത്തിലായിരിക്കാം ഇത് ഇവോൾവ് ചെയ്ത് വന്നേ എന്നുള്ളതായിരുന്നു നമ്മുടെ ഇത്രയും കാലത്ത് ധാരണ. എന്നാൽ ആനിമൽസുമായിട്ട് കോമൺ ആൻസിസ്ട്രി ഷെയർ ചെയ്യുന്ന ഒരു സിംഗിൾ സെല്ലുലാർ ഓർഗാനിസം ഉണ്ട്, കൊയനോഫ്ലാജെല്ലേറ്റ്സ്. സോ കൊയനോഫ്ലാജെല്ലേറ്റ്സിൽ ഈ സ്റ്റെം സെൽസിൽ കാണപ്പെടുന്ന സോക്സ് ജീൻസ് എന്ന് പറയുന്ന ഒരു ജീൻസിൻ്റെ ഡിഫറെൻറ്റ് വേർഷൻസ് നമുക്ക് കാണാൻ പറ്റും. അപ്പം റീസെൻ്റ്ലി ലണ്ടനിലെയും ഹോങ്കോങ്ങിലെയും ചില സയൻറ്റിസ്റ്റുകൾ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ കൊയനോഫ്ലാജെല്ലേറ്റ്സിൽ കാണപ്പെടുന്ന ഈ സോക്സ് ജീൻ എടുത്തിട്ട് ഒരു മൗസിലെ സ്റ്റെം സെല്ലിലെ സോക്സ് ജീനുമായിട്ട് റീപ്ലേസ് ചെയ്തു. അങ്ങനെ ക്രിയേറ്റ് ചെയ്ത സ്റ്റെം സെല്ല് മൗസ് എംബ്രിയോയിൽ നിക്ഷേപിക്കുകയും ആ ഒരു എംബ്രിയോ ഒരു കംപ്ലീറ്റ്ലി ഡെവലപ്ഡ് മൗസായിട്ട് മാറുകയും ചെയ്തു. സോ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത മൗസ് കൊയനോഫ്ലാജെല്ലേറ്റ്സ് എടുത്ത ജീൻ എക്സ്പ്രസ് ചെയ്തത് വഴിയാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ പല ജനറ്റിക് മാർക്കേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഇതുവരെയുള്ള പല ധാരണകളെയും തിരുത്തിക്കുറിച്ചൊരു എക്സ്പെരിമെൻ്റ് ആയിരുന്നു ഇത്. കോംപ്ലക്സ് മൾട്ടി സെല്ലുലാർ ഓർഗാനിസത്തിലെ കോംപ്ലക്സ് ആയിട്ടുള്ള പല സെൽ ടൈപ്പുകൾ ഇവോൾവ് ചെയ്യാൻ കാരണമായിട്ടുള്ള ജീനുകളുടെ ഇവല്യൂഷൻ സിംഗിൾ സെല്ലുലാർ ഓർഗാനിസത്തിൽ തന്നെ നടന്നിട്ടുണ്ടാകാം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലായത്. എന്തായാലും എവല്യൂഷണറി ബയോളജിയിലെ ഒരു നാഴികക്കല്ല് തന്നെയാണ് ഈ ഒരു എക്സ്പെരിമെൻറ്റ്.